ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീവിദ്യ. ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇതെൻ്റെ സിസ്റ്ററാണ് വാണി, ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്കഷൻ ടൈപ്പ് വീഡിയോ ആണ്. അതായത് പല സമയത്തും നമ്മളോട് ക്ലയൻസ് ചോദിക്കാറുള്ള പല ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ്. അതായത് പലപ്പോഴും നമ്മളോട് ഒരു ക്ലയന്റ് വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് നമ്മളോട് പറയാറുണ്ട്, ഞങ്ങൾക്കൊരു കമ്പനി തുടങ്ങണം. അങ്ങനെയാണ് പൊതുവേ പറയാറ്. അതായത് ഈവനിപ്പോൾ അവർക്കൊരു കോർപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പോലും അവർ നമ്മളെ വിളിക്കുന്ന സമയത്ത് അവർ പറയാറ് ഒരു കമ്പനി തുടങ്ങണം എന്നുള്ള പോലെയാണ്. അതായത് പലർക്കും ഈ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അവരൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതിനെയാണ് കമ്പനി തുടങ്ങുക എന്ന് ആദ്യം തന്നെ പറയാറ്. അപ്പോൾ ഈ അടുത്തും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇതുപോലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ കമ്പനി എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ വേഗം അതിന്റെ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അയച്ചു കൊടുത്തത്. പിന്നീട് അവർ നേരിട്ട് വന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് തുടങ്ങേണ്ടിയിരുന്നത് കമ്പനിയല്ല, പകരം അവർക്ക് പാർട്ണർഷിപ്പ് ഫേം മതിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നും അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചിലർക്കൊരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട്. അതായത് ഇപ്പൊ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ തുടങ്ങിയാൽ മാത്രമേ അവര് വിചാരിക്കുന്നത് പോലെ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ലോണൊക്കെ കിട്ടുള്ളൂ, അതുപോലെ തന്നെ എന്താ പറയാ അതാണ് ബെസ്റ്റ് ഫോം എന്നൊക്കെ പറഞ്ഞ് പലരും അവരെ തെറ്റിദ്ധരിപ്പിക്കാറുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ഈ കമ്പനി എന്ന് അറിയാതെയാണ് മിക്കവാറും ആൾക്കാർ കമ്പനി ഫോം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമുക്ക് ക്ലാരിറ്റി വരുത്തി കൊടുക്കേണ്ട ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബേസിക് ഫോംസ് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പും, അതിനുശേഷം LLP കമ്പനിയുടെയും കൂടെ ഫീച്ചേഴ്സ് നോക്കാം. ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ള പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ അവർ കടം വാങ്ങിച്ച പൈസ വെച്ചിട്ടോ ഒക്കെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതില് ഒരാൾ ഒറ്റയ്ക്കാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യുന്നതും ഒക്കെ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അവരുടെ കഴിവ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അതായത് ആരും നമുക്ക് ആ ബിസിനസ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. സ്റ്റാഫിനെയൊക്കെ വെക്കാം, എങ്കിലും ചെറിയ രീതിയിലുള്ള ബിസിനസ്സാണ് പ്രൊപ്പറേറ്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിന്റെ അടുത്ത് കാണുന്ന ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം നോർമലി പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കും. പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് ആ ലോക്കൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു ട്രേഡ് ലൈസൻസ് എടുത്താൽ നമുക്ക് ആ ബിസിനസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ അതിന് ഇനി പ്രത്യേകിച്ച് വേറെ ആക്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫോളോ ചെയ്യാനില്ല. പിന്നെ ഇൻകം ടാക്സ് അപ്ലിക്കബിലിറ്റി വരികയാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ GST വരികയാണെങ്കിൽ GST അപ്ലിക്കബിൾ ആണെങ്കിൽ അത് കംപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഒരു ഹയർ ഫോം ആണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ആൾക്കാർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സംരംഭങ്ങളാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞ രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അത് ഓറൽ ആവാം, റിട്ടൺ ആവാം. പക്ഷെ എല്ലാവരും റിട്ടൺ എഗ്രിമെന്റ് ആണ് പ്രിഫർ ചെയ്യുക. കാരണം എന്തായാലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതാണ്. അപ്പൊ അവര് തമ്മിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാലൊക്കെ പിന്നീട് ചിലപ്പോൾ അന്ന് പറഞ്ഞത് എന്തായിരുന്നു എന്ന് ആർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ബെറ്റർ എല്ലാവരും അതൊരു റിട്ടൺ എഗ്രിമെന്റ് ആയിട്ട് ഫോം ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നു. അതായത് ഓരോരുത്തരും എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണോ, ഡ്രോയിങ്സ് എങ്ങനെയൊക്കെയാണ്, സാലറി എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയായിരിക്കും വർക്കിംഗ് പാർട്ട്നേഴ്സ്, ആർക്കാണ് ബാങ്ക് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോർമലി ഡീഡിൽ പറയുക. അപ്പൊ ഈ പാർട്ണർഷിപ്പും പ്രൊപ്പറേറ്റർഷിപ്പും തമ്മിൽ ഈ ചെറിയ വ്യത്യാസം തന്നെയുള്ളൂ. പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരാളേ ഉള്ളൂ, പാർട്ണർഷിപ്പിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ പാർട്ണർഷിപ്പിന്റെ ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ആൾക്കാരുടെയും ക്യാപിറ്റലും അതിൽ യൂസ് ചെയ്യാം. അതുപോലെ അവരുടെ മറ്റ് സ്കിൽസും നമുക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കാം. പ്രൊപ്പറേറ്റർഷിപ്പിന്റെയും പാർട്ണർഷിപ്പിന്റെയും ഡീമെറിറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻ ദ സെൻസ്, ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നു വിചാരിക്കുക. നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം നികത്താനായിട്ട് ബിസിനസിന്റെ അസറ്റ്സ് പോരാതെ വരികയാണെങ്കിൽ, അതായത് ബിസിനസ്സിൽ പൈസ ഇല്ലാതെ വരികയാണെങ്കിൽ അവരുടെയൊക്കെ സ്വന്തം കയ്യിൽ നിന്നാണെങ്കിലും പൈസ എടുത്തിട്ട് ആ ലയബിലിറ്റീസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും, നികത്തേണ്ടതായിട്ട് വരും. അതാണ് പ്രൊപ്പറേറ്റർഷിപ്പിന്റെയും പാർട്ണർഷിപ്പിന്റെയും പ്രധാനപ്പെട്ട ഡീമെറിറ്റ്.
ഓക്കെ. ഇനി ഇതിന്റെയും ഹയർ ഫോംസ് ആണ് നമുക്ക് LLP കമ്പനി എന്നൊക്കെ പറയുന്നത്. LLPയും കമ്പനിക്കുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ പാർട്ണർഷിപ്പിനും പ്രൊപ്പറേറ്റർഷിപ്പിനും ഉള്ള ഗുണം എന്ന് വെച്ചാൽ LLPയും കമ്പനിയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് MCA ആണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പൊ MCA ഉള്ളത് കൊണ്ട് അവർ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. അതുകൊണ്ട് കൂടുതൽ ഫോംസും കൂടുതൽ റിട്ടേൺസും ഒക്കെ ഫയൽ ചെയ്യാനായിട്ടുണ്ടാവും LLPയിലും കമ്പനിയിലും. അതേസമയം നമുക്ക് പ്രൊപ്പറേറ്റർഷിപ്പിലോ പാർട്ണർഷിപ്പിലോ അതൊന്നും ഇല്ല, കുറച്ചുകൂടെ സിമ്പിളാണ്. അപ്പൊ ചെറിയ ബിസിനസ് തുടങ്ങുന്നവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളത് പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പും ആണ്. പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പും കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയർ ഫോം എന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് LLPയും അതുപോലെ കമ്പനിയാണ്. ഇവർ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും ഗവേൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ രണ്ടുപേരും ലിമിറ്റഡ് ലയബിലിറ്റി ഓഫർ ചെയ്യുന്നവരുമാണ്. പിന്നീട് നമുക്ക് LLPയെ പറ്റി കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് പോലെ തന്നെയുള്ള ഒരു സ്ഥാപനമാണ് നമ്മളെ LLP എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഒരു ഫീച്ചർ ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമാണ്. പിന്നീട് പാർട്ണർഷിപ്പ് ഡീഡിലുള്ള അതേപോലത്തെ കാര്യങ്ങളാണ് നമ്മളെ LLP എഗ്രിമെന്റിലും ഉണ്ടാവുക. കോൺട്രിബ്യൂഷൻ എത്രയാണ് ഓരോ പാർട്ട്നേഴ്സും കൊടുക്കുന്നത് എന്നുള്ളത്, ബാങ്ക് അക്കൗണ്ട് ഓപ്പറേഷൻ, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവുക അതേ സംഭവങ്ങളാണ് LLP എഗ്രിമെന്റിലും ഉണ്ടാവുക. പാർട്ണർഷിപ്പിനെ വെച്ച് നോക്കുമ്പോൾ LLPയില് ഒരു ഇതെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്നാണ് LLPയില് കാര്യങ്ങൾ അഫയേഴ്സ് ഒക്കെ നോക്കുന്നവര് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്നാണ് പറയുക. അതാണ് ഒരു വ്യത്യാസമായിട്ട് അതിലുള്ളത്. പിന്നെ LLPയില് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് LLP എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനുവലി ഉള്ള കംപ്ലയൻസ് പാർട്ണർഷിപ്പിനേക്കാളും കൂടുതലാണ് നമ്മളുടെ LLPക്ക് വരുന്നത്. ബാക്കി ഇൻകം ടാക്സോ GST അതൊക്കെ വരും. അതിന് പുറമെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ നമുക്ക് ഫോംസ് ഫയൽ ചെയ്യാനുണ്ടാവും. ഇയർലി 2 ഫോം വെച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് വരും. നെക്സ്റ്റ് ഹയർ ഫോം ഓഫ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കമ്പനിയാണ്. അപ്പോൾ LLPയും പാർട്ട്ണർഷിപ്പും ഒക്കെ ഉള്ള പോലെ തന്നെ 2 പേരിൽ കൂടുതലായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അനദർ ഓപ്ഷൻ ആണ് കമ്പനി എന്നുള്ളത്. കമ്പനീസിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. നമുക്ക് ഒരു ചെറിയ ഒരു മുതൽ മുടക്കോട് കൂടിയും അതുപോലെ തന്നെ ചെറിയൊരു ബിസിനസ് ഒക്കെയാണ് നമ്മൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനിക്കും ഇതേപോലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് വരുന്നത്. നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയെ അതിനും വരുന്നുള്ളൂ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കമ്പനി ഫോമിന് പറയാനുള്ളത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ നോളേജും ടാലന്റിനും പുറമെ കമ്പനീസിന് ഡയറക്ടേഴ്സ് എന്നുള്ള ആൾക്കാരെ അവിടെ അപ്പോയിന്റ് ചെയ്യാം. അവരെ വെച്ച് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഏത് ട്രേഡാണോ ആ ട്രേഡിൽ നല്ല നോളേജും എക്സ്പീരിയൻസും ഉള്ളവരെ ഡയറക്ടേഴ്സായി അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ കമ്പനിയുടെ ഓൺ എ ഡേ ടു ഡേ ബേസിസിൽ റണ്ണിങ്ങും കാര്യങ്ങളും അവർ മാനേജ് ചെയ്തോളും. ഷെയർ ഹോൾഡേഴ്സിന് ബിസിനസ്സിൽ നേരിട്ട് കൈകടത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഒരു പ്രൊഫഷണലി മാനേജർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് ഓൺ എ ഡേ ടു ഡേ ബേസിസിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കമ്പനി ഫോമിലേക്ക് പോവാം. പിന്നീട് പബ്ലിക് കമ്പനി പറഞ്ഞു, അത് കുറച്ചും കൂടി ഒരു ഹയർ വെർഷൻ ഓഫ് കമ്പനിയാണ്. അതിൽ വന്നിട്ട് നമുക്ക് മിനിമം 7 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക. പബ്ലിക് കമ്പനിയുടെ കേസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കമ്പനിക്ക് നമുക്ക് വേണമെങ്കിൽ പബ്ലിക്കിൻ്റെ ഫണ്ട്സ് ഒക്കെ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിന്റെ ബേസിസിൽ നമുക്ക് അതൊക്കെ നമ്മൾ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ആ കണ്ടീഷനും റെസ്ട്രിക്ഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിൻ്റെ ഫണ്ടൊക്കെ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് പബ്ലിക് കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ മതിയാവും. കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, കുറച്ചുകൂടെ വലിയ ബിസിനസ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ മാത്രമേ LLP ഫോമിലേക്കോ കമ്പനി ഫോമിലേക്കോ പോകുന്നുണ്ടോ. ഇപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും പാർട്ണർഷിപ്പിലുള്ള മേജർ ഡിമെറിറ്റ് ആണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്.
LLP-യിലും കമ്പനിയിലും അത് നികത്തുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു വശം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ LLP-ക്കും കമ്പനിക്കും കംപ്ലയൻസസ് കൂടുതലാണ്. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രമേ ആ ഹയർ ഫോംസിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു.